ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ സത്യം ഞാൻ അച്ഛനോട് പറയാൻ പോവാം. എന്തിനാണ് ഒരാളെ കൊല്ലാൻ നോക്കിയിട്ട് എന്റെ പാവം ദിയമോളുടെ മേലെ കുറ്റം ചുമത്തിയതെന്ന് എനിക്കറിയണം. എന്താടി ഒളിഞ്ഞു എന്ന് നോക്കുന്നേ? ശബ്ദം ഉണ്ടാക്കി നീ വന്നു കാണിക്കുന്നതല്ലേ എന്റെ മര്യാദ. അത് തന്നെയാണ് അതിന്റെ മര്യാദ. പക്ഷേ ശബ്ദമുണ്ടാക്കാതെ കുശുകുശുക്കുന്നവരുടെ മുന്നിൽ ശബ്ദമുണ്ടാക്കി ഞാൻ വരുന്ന കാര്യം അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അതുമാത്രമല്ല, നവദമ്പതികൾ ഇരിക്കുന്ന മുറിയിലേക്കൊന്നും അല്ലല്ലോ ഞാൻ കേറി വന്നത്. നീ എവിടെ ആയിരുന്നു? അമ്മായിയച്ഛന്റെ ഓഫീസൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടി പോയതാ. എന്നാ ഇനി മുതൽ അവന്റെ ഓഫീസ് അടിച്ചു വരുന്ന ജോലി നീ ചെയ്യണ്ട. ഓഫീസൊക്കെ വൃത്തിയാക്കാൻ വേറെ ആളുണ്ട്. അതെന്താ അപ്പച്ചി, ഓഫീസ് അടിച്ചു വാരലിന്ന് മാത്രം എന്നെ ഒഴിവാക്കിയത്? ഇവിടെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മനസ്സിലായില്ല? ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല, പതിയെ മനസ്സിലായിക്കോളും. നീ എന്താ അർത്ഥം വെച്ച് സംസാരിക്കുന്നെ? ഞാൻ എന്താ ഓഫീസ് വൃത്തിയാക്കരുതെന്ന് പറഞ്ഞത്? ആദ്യം അതിന്റെ കാര്യം പറയേ. നീ ആവശ്യമുള്ള ഫയലൊക്കെ എടുത്ത് കത്തിക്കും, അന്ന് ചെയ്ത പോലെ. അതിന് ഓഫീസിൽ CCTV ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ. വെക്കണമല്ലോ. കുറുപ്പിന്റെ പറമ്പിലെ പുറംപണിക്ക് യോഗ്യതയില്ലാത്തവളൊക്കെ അല്ലേ മരുമകളായിട്ട് കേറി വന്നിരിക്കുന്നത്. ഹട്ടയെ പിടിച്ച് മെത്തേക്കെടുത്ത് എങ്ങോട്ടൊക്കെ ഇഴഞ്ഞു പോകുമെന്നറിയാനാ ക്യാമറ വെച്ചിരിക്കുന്നത്. എന്നാ വന്ദന എന്ന ഈ അട്ട നേരെഴഞ്ഞു കയറിയത് ക്യാമറയിലേക്കാ. ക്യാമറയിൽ ഞാനൊരു കാഴ്ച കണ്ടു. കാഴ്ച കണ്ടെന്നോ? എന്ത് കാഴ്ച? ടെറസിൽ നിന്ന് ചെടിച്ചട്ടി താഴേക്കിട്ടത് ആരായിരുന്നു എന്ന് അതിലുണ്ടായിരുന്നു. ക്യാമറയിൽ അത് വ്യക്തമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. അപ്പച്ചി, ഇവിടെ മരുമക്കള് 2 പേരാ, വിദ്യയും വന്ദനയും. അതിൽ വലിഞ്ഞു കയറി വന്ന അട്ടായി എന്ന് അപ്പച്ചി വിശേഷിപ്പിച്ച മരുമകൾ ഞാനാണല്ലോ. ഞാൻ അട്ടയായിക്കോട്ടെ, പക്ഷേ ഉഗ്രവിഷമുള്ളൊരു പെണ്ണണലി ഇവിടെ ഇഴയുന്നുണ്ട്. ആ അണലിയ അവസരം കിട്ടിയപ്പോ അപ്പച്ചിയുടെ ആങ്ങളെ ചെടിച്ചട്ടി തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയത്. ആ സത്യം ഞാൻ അച്ഛനോട് പറയാൻ പോവാം. എന്തിനാണ് ഒരാളെ കൊല്ലാൻ നോക്കിയിട്ട് എന്റെ പാവം ദിയമോളുടെ മേലെ കുറ്റം ചുമത്തിയതെന്ന് എനിക്കറിയണം. അത് നീ പറഞ്ഞില്ലെങ്കിൽ ഈ കാര്യം ഞാൻ എല്ലാവരെയും അറിയിക്കും. തെളിവ് സഹിതം ബോധ്യപ്പെടുത്തും ഞാൻ. വന്ദനെ, വന്ദന എന്നോട് ക്ഷമിക്കണം. ഞാനിത് ചെയ്തത് ആനന്ദവല്ലി അപ്പച്ചി പറഞ്ഞിട്ട്. അഭിമാനം, അതിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്?
ഏതായാലും കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഞാനും എന്റെ മോളും ഇവിടെ നിന്ന് പോകുന്നില്ല. ഇനി മേലിൽ എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ നോക്കിയ അപ്പച്ചിയാണ് ഏട്ടത്തിയാണെന്നൊന്നും നോക്കില്ല ഞാൻ. അവളെങ്ങാനും അച്ഛനോട് പറഞ്ഞ അതോടെ തീർന്നു എന്റെ ഇവിടുത്തെ പൊറുതി. ഏതായാലും അവളുടെ മുമ്പിൽ നാണം കിട്ടും. പിന്നെ ഇതൊക്കെ കണ്ടെന്ന് കരുതി ആനന്ദവല്ലി എന്തായാലും സന്യസിക്കാനൊന്നും പോകുന്നില്ല. അവളെ കൊണ്ട് പിച്ചച്ചട്ടി എടുപ്പിക്കാതെ ആനന്ദവല്ലി കളം പിടില്ല. ഇതെന്താ ഈ നേരത്തെ ഒരു പൊതിച്ചോറ്? എന്താ വസന്തേച്ചി വന്നോ? ഇല്ല. അല്ല, നാത്തോൻ വരുമ്പോഴാണല്ലോ വീട്ടിലേക്ക് എല്ലാവർക്കും പൊതിച്ചോറ് കെട്ടിക്കൊണ്ടുപോന്ന്. വസന്തി ഒന്നും വന്നിട്ടില്ല. ഇത് മാധവേട്ടനാ. അച്ഛനോ? അച്ഛനെന്താ പൊതിച്ചോറ് തിന്നണമെന്ന് ആഗ്രഹം പറഞ്ഞോ? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉച്ചയ്ക്കേ പൊതിഞ്ഞു വെച്ചിരിക്കുവായിരുന്നല്ലോ. പൊതിച്ചോറ് കെട്ടി കുറച്ചു സമയം വെച്ചിരുന്നാലേ അതിന് രുചി കാണൂ. മോളെ, ഇതൊന്നുമല്ല. മാധവേട്ടന് ഒരു ചെറിയ ജോലി കിട്ടി. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയില് സെക്യൂരിറ്റി പണിയാ. ഈ ഒരാഴ്ച നൈറ്റ് ഡ്യൂട്ടിയാ. രാത്രി കഴിക്കാനുള്ള ആഹാരം പൊതിഞ്ഞത്. അച്ഛന് ജോലി കിട്ടിയത് സന്തോഷമുള്ള കാര്യം തന്നെയാ. പക്ഷേ രാത്രി ഉറക്കം കളഞ്ഞുള്ള സെക്യൂരിറ്റി പണി വേണമായിരുന്നോ? കള്ളന്മാരുടെ ശല്യമൊക്കെ ഉള്ള കാലോ. രാത്രി ഒറ്റയ്ക്ക്. എനിക്കും ഇഷ്ടമുണ്ടായിട്ടല്ല മോളെ. രാത്രിയിൽ മുഴുവൻ ഉറക്കം ഒഴിഞ്ഞ് മാധവേട്ടൻ അവിടെ സെക്യൂരിറ്റി പണി എടുക്കുമ്പോ എനിക്ക് ഉറക്കം വരില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടും. മാധവേട്ടൻ ജോലിക്ക് പോണ്ട, ഞാൻ വല്ല തൊഴിലുറപ്പിനോ സൂപ്പർ മാർക്കറ്റിലോ പോകാന്ന് പറഞ്ഞ സമ്മതിക്കേയില്ല. വല്ലാത്തൊരു സങ്കടത്തിലാ മോളെ ഞാൻ. ജീവിക്കാൻ വേറെ ഒരു വഴിയില്ലെങ്കിൽ ജോലിക്ക് പോയല്ലേ പറ്റൂ. ജീവിക്കാൻ എങ്ങനെ വഴിയില്ല? അതായി ആദ്യം അത് ചിന്തിക്കേ. മാനത്തെ കൊട്ടാരം